രാജ്യത്ത് പെട്രോളിന്റെ വില കുറയുമോ? ഈ എഥനോളൊക്കെ ബ്ലെൻഡ് ചെയ്യുന്നതല്ലേ. രാജ്യത്ത് പെട്രോളിന്റെ വിലക്ക് മാറ്റം വരുത്താൻ ഈ എഥനോൾ ബ്ലെൻഡിങ്ങിന് സാധിക്കുമോ? നമുക്ക് നോക്കാം. അതൊരു ചെറിയ കാൽക്കുലേഷനാണ്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. പിന്നെ എഥനോൾ എന്താണെന്ന് ഞാൻ ഒന്നും കൂടെ പറയാം. ഈ ഷുഗർ കെയിനും ചോളവും അങ്ങനെയുള്ള സസ്യങ്ങളിൽ നിന്നൊക്കെ വികസിപ്പിച്ചെടുക്കുന്ന ഒരു ആൽക്കഹോളിക് ഫ്യൂവലാണ് എഥനോൾ എന്ന് പറയുന്നത്. ഈ എഥനോൾ മിക്സ് ചെയ്യുന്ന പെട്രോളിലേക്ക് മിക്സ് ചെയ്യുന്നതിനാണ് എഥനോൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിന്റെ കണക്ക് പ്രകാരം ഏകദേശം ഒരു 20% നമ്മൾ പെട്രോളിനകത്തേക്ക് എഥനോൾ ബ്ലെൻഡ് ചെയ്യേണ്ടത്. അതാണ്, അതായത് 1 ലിറ്റർ പെട്രോൾ നമ്മൾ വാങ്ങുമ്പോൾ 80% പെട്രോളും 20% എഥനോളും. അതാണ് രാജ്യത്തിന്റെ പുതിയൊരു പദ്ധതി എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ അത് ഈ വീഡിയോ പറയുന്നില്ല. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഏത് രീതിയിലാണ് നമുക്ക് വില കുറഞ്ഞു കിട്ടുന്നത്. പെട്രോളിന്റെ വില നമുക്ക് കുറയുമോ, അല്ലെങ്കിൽ കുറയെങ്കിൽ എങ്ങനെ നമുക്കത് അറിയാൻ പറ്റും, അല്ലെങ്കിൽ അത് എങ്ങനെയാണത് കുറയാതിരിക്കുമോ എന്താണെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആ കാൽക്കുലേഷൻ ഞാനിപ്പം കാണിച്ചു തരാം. നമുക്കറിയാലോ, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ കേരള സംസ്ഥാനത്ത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 105 രൂപ 106 രൂപയ്ക്കാണ് പെട്രോളിന്റെ വില. ഞാനിപ്പോൾ എന്തായാലും 105 രൂപയായിട്ട് അതിനെ കൺസിഡർ ചെയ്യുകയാണ്. പിന്നെ പെട്രോളിനകത്ത് ബ്ലെൻഡ് ചെയ്യുന്ന എഥനോളിന്റെ വില എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 60-65 രൂപയാണ്. അത് ഞാൻ ഒരു 60 രൂപയായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അത്രയൊക്കെ ഉള്ളൂ, 62 രൂപ പോലും ഇല്ല, 60 രൂപയേ ഉള്ളൂ എഥനോളിനകത്ത് ബ്ലെൻഡ് ചെയ്യുന്ന പെട്രോളിനകത്ത് ബ്ലെൻഡ് ചെയ്യുന്ന എഥനോളിന്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 2 റേറ്റ് നമ്മൾ എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം 80% പെട്രോളും 20% എഥനോളുമാണ്. അപ്പം 105 രൂപയാണ് പെട്രോളിന്റെ വില. ആ 105ന്റെ 80% എത്ര രൂപ വരും? ഏകദേശം 84 രൂപ വരുന്നുണ്ട്. അതാണ് നമ്മളുടെ 80% ഉള്ള പെട്രോളിന്റെ, അതായത് 800 ml. 80% എന്ന് പറഞ്ഞാൽ 800 ml, 20% എന്ന് പറഞ്ഞാൽ 200 ml. ആ 200 ml ആണ് എഥനോളും, 800 ml ആണ് ഈ പറഞ്ഞ പെട്രോളും. അപ്പൊ 80% എന്ന് പറയുന്നത് ഏകദേശം 84 രൂപ വരുന്നുണ്ട്. അപ്പൊ എഥനോളിന്റെ വില എത്രയാണ്? എഥനോളും ആ രീതിയിൽ തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. 62 രൂപയുടെ 20%, അപ്പൊ ഏകദേശം 12 രൂപയോളം വരുന്നുണ്ട് മൊത്തം. അതായത് 20% ബ്ലെൻഡ് ചെയ്ത പെട്രോൾ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട പെട്രോളിന്റെ വില എന്ന് പറയുന്നത് 96 രൂപയാണ്. ഈ 96 രൂപയ്ക്ക് നമുക്ക് എന്താണ് പെട്രോൾ കിട്ടാത്തത്? കാരണം എഥനോളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഫില്ലപ്പ് ചെയ്ത് തുടങ്ങി, എന്താ പറയുക, ബ്ലെൻഡ് ചെയ്ത് തുടങ്ങി. എന്തുകൊണ്ടാണ് നമുക്ക് ആ റേറ്റ് ഇപ്പോൾ നമുക്ക് അഫോർഡബിൾ അല്ലാത്തത്, അല്ല നമുക്ക് കിട്ടാത്തത്? അല്ലെങ്കിൽ ഭാവിയിൽ നമുക്കിത് കിട്ടുമോ എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഈ എഥനോൾ പോലത്തെ ഈ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ 96 അല്ലെങ്കിൽ 100 രൂപയ്ക്ക് അടുത്ത് റേറ്റ് നിൽക്കുന്നത്? ഇത് ഞാൻ ആദ്യമേ നേരത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോടിക്കണക്കിന് രൂപയുടെ ക്രൂഡ് ഓയിലിന്റെ ഇമ്പോർട്ടിംഗ് ആണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പം തന്നെ ആലോചിക്കണം, രാജ്യത്തിന് എത്ര രൂപയുടെ ലാഭമുണ്ട് എന്ന് തന്നെ വിചാരിക്കണം. അത്രയേറെ കോടിക്കണക്കിന് രൂപയുടെ ഇമ്പോർട്ടിങ്ങിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം പെട്രോളിൽ അവർ എന്താ പറയാ, ക്രൂഡ് ഓയിലിന് വില കൂടുമ്പോൾ അവർ പെട്രോളിൽ ഇമ്പോസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ വില കുറയുമ്പോൾ ഇവര് പെട്രോളിൽ നിന്ന് വില കുറയ്ക്കുകയും ചെയ്യണ്ടേ? അപ്പൊ അത് എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇനി കുറയ്ക്കുമോ കുറയ്ക്കത്തില്ലേ? അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബേസിക്കലി ആണ് ഒറ്റ കാര്യമുള്ളൂ, ടാക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ ഡിഫൈൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ ഇത്ര രൂപ ആവാൻ കാരണം ടാക്സ് ആണെന്നുള്ള കാര്യം പെട്രോളിന് പെട്ടെന്നുള്ള വില കയറ്റത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏകദേശം സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി തന്നെ 19.90 രൂപ, അതായത് 20 രൂപയ്ക്ക് അടുത്തിട്ട് സെൻട്രൽ ഡ്യൂട്ടി തന്നെ അവർ പിടിക്കുന്നുണ്ട്. സെൻട്രലിലേക്കുള്ള ടാക്സ് ആണ് ഉദ്ദേശിച്ചത്. ഡീലറിന്റെ കമ്മീഷൻ തന്നെ 3 രൂപ 4 രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. സ്റ്റേറ്റിന്റെ വാറ്റ് ഉണ്ട്, സെസ് ഉണ്ട്, 24.93 രൂപ. അതായത് സ്റ്റേറ്റ് തന്നെ പിടിക്കുന്നത് 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ നമ്മുടെ 25 രൂപയോളം അവർ പിടിക്കുന്നുണ്ട്. പിന്നെ നോർമൽ ബേസ് പ്രൈസ് എന്ന് പറയുന്നത് 57 രൂപ ഉള്ളതിന്റെ ബേസ് പ്രൈസ് ആണ് നമുക്ക് കയ്യിലേക്ക് കിട്ടുമ്പോൾ 105 രൂപ എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് നോർമലി നമ്മുടെ രാജ്യത്ത് പെട്രോളിന്റെ വില കുറയാത്തത്. ഞാനിപ്പോൾ അത് പ്രത്യേകിച്ച് പുഷ് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എഥനോളൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ടും ഇങ്ങനെയുള്ള പുതിയ പുതിയ സാഹചര്യങ്ങളും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ വന്നിട്ടും പിന്നെയും എന്തുകൊണ്ട് പെട്രോളിന് വിലയ്ക്ക് മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഇത്രേ ഉള്ളൂ. ആ ട്രഡീഷണൽ രീതി തന്നെ, ടാക്സ്, അവരുടെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്കത് കുറയാത്തത്. അതിന് നമുക്ക് പല കാര്യകാരണങ്ങൾ ഉണ്ടായിരിക്കാം, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ടാക്സ് പിടിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും എന്താ പറയുക 50%-ഓളം മുകളിലാണ്, അതായത് 50 രൂപയ്ക്ക് അടുത്ത് ടാക്സ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്രോളിന്റെ വില കുറയാത്തത്. സിമ്പിളായിട്ട് പറയാം. എഥനോൾ ഉപയോഗിച്ച് രാജ്യം ഒരുപാട് മണി സേവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ പോലുള്ള കൺസ്യൂമറിലേക്ക് അതിന്റെ ഒന്നും പ്രയോജനം എത്തുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ എഥനോൾ ബ്ലെൻഡിങ്ങിന്റെ റേറ്റിനനുസരിച്ചായാലും പറയേണ്ട വേറെ കുറച്ച് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. അത് എനിക്ക് ഫീൽ ചെയ്തതാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, അതും കൂടെ ഞാൻ പറയാം. അതായത് നമ്മളുടെ രാജ്യം
മുന്നോട്ട് വെക്കുന്ന എഥനോൾ ബ്ലെൻഡിങ്ങിലൂടെ നമ്മുടെ രാജ്യം മുന്നോട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന കാര്യമല്ല. പൊല്യൂഷൻ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്കത് അതിനെതിരെ ഒരു നടപടി ഉണ്ടായേ പറ്റൂ. അതിന് ഈ എഥനോൾ ബ്ലെൻഡിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. പിന്നെ കൃഷിക്കാർ അവരൊരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് പല രീതിയിലുള്ള സമരങ്ങളും പല കാര്യങ്ങളും നമ്മൾ TV കണ്ടിട്ടുണ്ട്, അല്ല നമ്മൾ വാർത്തയിലൂടെ അറിഞ്ഞിട്ടുണ്ട്, നേരിട്ട് കണ്ടവരും ഉണ്ടാവും. പക്ഷെ അവർക്കൊക്കെ മറ്റൊരു വരുമാന സ്രോതസ്സും കൂടെ ഗവൺമെന്റ് ഇതിലൂടെ തുറന്നു കൊടുത്തിരിക്കുക. അതൊന്നും ഒരു ചെറിയ കാര്യമല്ല. പോരാത്തിന് വൻതോതിലുള്ള ക്രൂഡ് ഓയിലിന്റെ ഇമ്പോർട്ടിങ് കുറയ്ക്കാനും രാജ്യത്തിനാവുന്നുണ്ട്. അതും ഒരു ചെറിയ കാര്യമല്ല. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ അത് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ ഒരു പ്രൈസ് റേഞ്ച് കൊണ്ട് മാത്രം ഈ ഒരു എഥനോൾ ബ്ലെൻഡിങ് ഒരു മോശമായ രീതിയാണ്, ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് റേറ്റ് കുറയുന്നില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ ഭാവിയിൽ ഒരുപാട്, അല്ലെങ്കിൽ ഫ്യൂച്ചർ വരും തലമുറകൾ ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഇതുമൂലം രാജ്യം മുന്നോട്ട് വച്ചിരിക്കുന്ന 3 കാരണങ്ങളും. ഇതെനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, ന്യായീകരണമല്ല, സപ്പോർട്ട് ചെയ്യുന്നതല്ല, എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് വില കുറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു പദ്ധതിയൊക്കെ അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ അല്ലെ അതിന്റെ ഒരു മിഡിൽ പോർഷനിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇതുവരെയാണ് രാജ്യത്തിന്റെ, നിങ്ങൾക്ക് ഇറങ്ങി അന്വേഷിക്കാം, രാജ്യത്തിന്റെ പൂർണ്ണ ഭാഗങ്ങളിലൊന്നും ഇതുവരെ എല്ലാ സ്ഥലങ്ങളിലൊന്നും എഥനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോൾ നമുക്ക് അവൈലബിൾ അല്ല. അതായത് 12%, 10% തുടങ്ങിയത് 12 ആയി, 12-ൽ നിന്ന് 20% എത്തിക്കുക എന്നതാണ് രാജ്യത്തിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അത് 2030 ഇന്ത്യയിലുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ ജില്ലകളിലും ഇത് അവൈലബിൾ ആകും. അത് തന്നെയാണ് രാജ്യത്തിന്റെ ടാർഗറ്റ്. ചിലപ്പം ആ പദ്ധതി ഫുൾ ആകുമ്പോഴായിരിക്കും നമുക്ക് പെട്രോൾ അതിന്റെ റേറ്റിലുള്ള ചേഞ്ചസ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പം ഒരു സംസ്ഥാനം തമിഴ്നാട് മുഴുവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ചിലപ്പോൾ ഒരു റേറ്റ് വ്യത്യാസം വരുത്തണമെന്നില്ല, ഡൽഹിയിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു റേറ്റ് വ്യത്യാസം വരുത്തണമെന്നില്ല. പക്ഷെ വൺസ് ഇത് ഇന്ത്യ മുഴുവൻ അവൈലബിൾ ആയി കഴിഞ്ഞാൽ റേറ്റിൽ വ്യത്യാസം വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് എൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. അങ്ങനെ ആയിരിക്കാം പദ്ധതികൾ വരുന്നത്, നമുക്കറിയില്ല. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം.